എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എണ്ണമാങ്ങയാണ്. എണ്ണമാങ്ങ ഉണ്ടാക്കാൻ ഒരു മാങ്ങ ഞാൻ 3 എണ്ണം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്കത് അടപ്പ് കത്തിക്കാം. ഉരുളി വെക്കാം. ഉരുളി ചൂടാകുമ്പോഴത്തേക്കും എണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ ചോദിക്കും മാങ്ങയും കൊണ്ടുള്ള റെസിപ്പി എനിക്കറിയുള്ളൂ എന്ന്. മാങ്ങയല്ല, ഇപ്പം മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് ഞാൻ അച്ചാറും ഇടുന്നതുകൊണ്ട് അച്ചാറിൻ്റെ റെസിപ്പികളാണ് ഞാൻ കൂടുതൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും അച്ചാറുകൾ ആവശ്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം കേട്ടോ. എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ മാങ്ങ ഒന്ന് വറുത്ത് കോരണം. എണ്ണ ചൂടായിട്ട് നമുക്ക് കുറേശ്ശെ ഇട്ട് വറുത്ത് കോരിയെടുക്കാം. ലോ ഫ്ലെയിമിലിടാം. ഈ എണ്ണമാങ്ങ എത്ര കാലം വേണമെങ്കിലും കേടുകൂടാതെ ഒന്നും പറ്റാതിരിക്കും. ഞാൻ കഴിഞ്ഞ കൊല്ലം ഇട്ടിട്ട് അതങ്ങനെ എണ്ണ ഇരിക്കുകയായിരുന്നു, ഒരു കേടും പറ്റാതെ. എന്നിട്ട് ഞാനത് വെച്ചിട്ട് അച്ചാറിട്ട് നോക്കും. ഈ അച്ചാറിൽ രാജാവാന്ന് പറയും, അത്രക്ക് ടേസ്റ്റ്, അപാര ടേസ്റ്റായിരുന്നു. നമുക്കത് കോരാം. ഞാനിത് നിങ്ങളെ കാണിച്ചു തരാറ്. കഴിഞ്ഞ പോലെ ഇട്ടത് തീർന്നു പോയിട്ടാ. അപ്പോൾ ഞാനിതുപോലെ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ തന്നെ അല്ലാതെ അച്ചാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അച്ചാറിടാൻ വേണ്ടി ആക്കി വെച്ചിട്ടുണ്ട്. ഒരു കഷ്ണം മതി നമുക്ക് ചോറിൻ്റെ കൂടെ കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട്. കറി ഇപ്പോൾ പുളിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ, പുളിയുള്ള കറിയൊന്നും ഇല്ലെങ്കിൽ മഴക്കാലത്തൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പോയി ഇനി നമുക്ക് ഈ എണ്ണ മാറ്റാം. ഉരുളി ചൂടായിരിക്കുന്നു. ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഉപ്പ്, ഉലുവ, കടുക്, കായം പൊടിച്ചത് ഒരു 1.5 ടീസ്പൂൺ ഉണ്ടാവും. ഈ ഇൻഡാലിയത്തിൻ്റെ ഉരുളി ആയാലും നല്ല ചൂടാകുന്നു. നമുക്ക് ഇനി ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് കത്തിച്ച് കൊടുക്കാം. ഒന്ന് ചൂടാകട്ടെ. കത്തിച്ച് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും. ഗ്യാസ് കത്തിച്ചോട്ടോ. കത്തിച്ച് സിമ്മിലാണ് കേട്ടോ വെച്ചേക്കുന്നത്. പൊടികൾ പെട്ടെന്ന് കരിഞ്ഞ് ആവുന്നതിലേക്ക് നമ്മൾ മാറ്റി വെച്ച എണ്ണയിൽ അത് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നമ്മുടെ മാങ്ങ അതിലേക്ക് കൊടുക്കാം. എന്താ ഫ്ലെയിം തീരെ സിമ്മിൽ തന്നെ ഇട്ട് കൊടുത്ത് ഇത് സാവധാനം വഴറ്റി ആ എണ്ണ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത്
എണ്ണ തേടണം. ഇപ്പം തന്നെ നോക്കി എന്താ ഒരു എണ്ണയൊക്കെ നന്നായി ആ പൊടികളെല്ലാം നന്നായി പിടിച്ച് ഇത്രയും മതി. അപ്പോൾ നമ്മുടെ എണ്ണമാങ്ങ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ പിന്നെ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഓക്കെ, ബൈ. നമ്മുടെ എണ്ണമാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ മാങ്ങ എത്ര കൊല്ലം വരെ, ഒരു 3-4 കൊല്ലം വരെ ഒരു കേടും കൂടാതെ ഇരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. ഓക്കെ.